ജോസ് കെ മാണി വിത്ത് വിതച്ചപ്പോൾ കാപ്പൻ പതിരു വിതച്ചു. ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് എം നേതാക്കൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ അതിന്റെ പുറകെ നടന്ന് അത് എന്റെ വകയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് പാലാ MLA. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിലതൊക്കെ പാലാക്കാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. KM മാണി വിഭാവനം ചെയ്തിരുന്ന പാലായിലെ മീനച്ചിലാറിന്റെ സൈഡ് വഴിയുള്ള റിയർവ്യൂ ആകാശപാതയുടെ തർക്കമുള്ള ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുവാനുള്ള സർക്കാർ ഉത്തരവായതിനെ ചൊല്ലിയായിരുന്നു പുതിയ അവകാശവാദം. സ്ഥലം MLAയുടെ കഴിവുകേട് കൊണ്ട് കുറെ കാലങ്ങളായി ഈ പദ്ധതിയുടെ പണികൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് പാലായ്ക്ക് ഇതൊരു നാണക്കേടാണല്ലോ എന്ന് കണ്ട് ജോസ് കെ മാണി ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന്റെ ഫലമായി തർക്കഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. ഈ വിവരം ജോസ് കെ മാണിയുടെ സ്റ്റാഫിൽപ്പെട്ടയാൾ മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകർ വലിയ ബുദ്ധിമാന്മാരാണല്ലോ. അതിൽ കാപ്പനോട് താല്പര്യമുള്ള ഒരു പത്രക്കാരൻ അപ്പോൾ തന്നെ വിവരം കാപ്പന്റെ ചെവിയിലെത്തിച്ചു. അപ്പോഴാണ് കാപ്പൻ പോലും ഈ വിവരം അറിയുന്നത്. ഒട്ടും താമസിച്ചില്ല കാപ്പന്റെ വാർത്ത പുറത്തു വരാൻ. കാപ്പൻ ഇടപെട്ട് ആകാശപാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് പരിഹാരമായി. കാപ്പൻ കാരണം നഷ്ടപരിഹാര പാക്കേജ് സമർപ്പിക്കാൻ തഹസീൽദാരെ ചുമതലപ്പെടുത്തി എന്നിങ്ങനെ എന്തെല്ലാം ഗീർവാണങ്ങളാണ് ചറപറ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ MLA മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയോട് പറഞ്ഞെന്നാണ് പ്രചാരണം. അതെന്താന്ന് കൂടി അറിയണ്ടേ? വേണ്ടത്ര പഠനമില്ലാതെ റോഡ് പണി തുടങ്ങിയതാണ് പ്രശ്നമുണ്ടാകാൻ കാരണമെന്ന്. ഇത്രയും കാലം MLA ആയിരുന്നിട്ട് ഒരു റോഡ് പോയിട്ട് ഒരു 3 അടി പോലും സ്വന്തമായി കൊണ്ടുവരാൻ കഴിയാത്ത ആളാണ് മറ്റുള്ളവർ കൊണ്ടുവന്ന റോഡിനെ വിമർശിക്കുന്നത് എന്നതാണ് പരമകഷ്ടം. എന്താണെങ്കിലും ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ മിടുമിടുക്കനാണെന്നാണ് പിന്നാമ്പുറത്തെ സംസാരം. ഇത് മാത്രമല്ല, മറ്റൊരു രസകരമായ കാര്യം കൂടി ഇതിനിടയിൽ അരങ്ങേറുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ മീനച്ചിൽ പഞ്ചായത്തിൽ തരിശു നിലമായി കിടക്കുന്ന ചീങ്കല്ല് പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിത്തുവിതയുടെ ഉദ്ഘാടനം ജോസ് കെ മാണിയാണ് നിർവഹിച്ചത്. പഴയ കാലത്ത് പാടത്ത് പണിയെടുക്കുന്നവർ തലയിൽ ഒരു പാളത്തൊപ്പി വെക്കുന്ന ശീലമുണ്ടായിരുന്നു. ജോസ് കെ മാണിയും തലയിൽ ഒരു പാളത്തൊപ്പിയൊക്കെ വെച്ച് തനി കർഷകനായിട്ടാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് കണ്ടിട്ട് കാപ്പന് സഹിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ അടുത്ത പഞ്ചായത്തിൽ കാപ്പന്റെ വകയായിട്ട് ഒരു തരിശു നിലത്ത് വിത്ത് വിത നടത്തിയാണ് പകരം വീട്ടിയത്. അതും ജോസ് കെ മാണി തലയിൽ വെച്ച പാളത്തൊപ്പി പോലെ ഒരു തൊപ്പിയൊക്കെ വെച്ച് തന്നെ. എന്ത് നല്ല പൊതുപ്രവർത്തനം! എത്ര എളുപ്പം! ഒരാൾ ചെയ്യുന്നതിന്റെ പുറകെ നടന്ന് അതേപോലെ തന്നെ ചെയ്യാനും കൂടാതെ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാനും. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും കവച്ചു വെക്കുന്ന ഗീർവാണങ്ങൾ കേട്ട് കാത് തഴമ്പിച്ച അവസ്ഥയിലാണ് കാപ്പന് വോട്ട് ചെയ്ത പാലായിലെ പാവപ്പെട്ട വോട്ടർമാർ.